സോഷ്യൽ മീഡിയയിലൂടെ ആരെയെങ്കിലുമൊക്കെ അധിക്ഷേപിച്ച് ലൈംലൈറ്റിൽ നിറഞ്ഞു നിന്ന് കയ്യടി നേടാമെന്ന അതിമോഹം അസ്ഥാനത്തായതിൻ്റെ അങ്കലാപ്പിലാണ് കോൺഗ്രസ് നേതാവ് ഷമ മുഹമ്മദ്. സ്വന്തം പാർട്ടി കൂടെ നൈസായി കൈയൊഴിഞ്ഞതോടെ ആകെ പെട്ട അവസ്ഥയാണ് ഷമയുടേത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കെതിരെയായിരുന്നു ഷമയുടെ ബോഡി ഷെയ്മിങ്ങും അധിക്ഷേപവും. രോഹിത് ശർമ്മയുടെ ശരീരഭാരം ചൂണ്ടിക്കാണിച്ചായിരുന്നു ഷമയുടെ വിമർശനം. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ സെമിയിൽ പ്രവേശിച്ചതിന് ശേഷമായിരുന്നു ഷമയുടെ വിവാദ പോസ്റ്റ്. രോഹിത് ശർമ്മ തടിയനെന്നും കായിക താരത്തിന് ചേർന്ന ശരീരപ്രകൃതിയല്ല, ഭാരം കുറയ്ക്കേണ്ടതുണ്ട് എന്നുമാണ് ഷമ എക്സിൽ കുറിച്ചത്. ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട എക്കാലത്തെ മോശം ക്യാപ്റ്റനാണ് രോഹിത് എന്നുമായിരുന്നു ഷമ അധിക്ഷേപിച്ചത്. ഗാംഗുലി, സച്ചിൻ, ദ്രാവിഡ്, ധോണി, വിരാട് കോഹ്ലി, കപിൽ ദേവ്, ശാസ്ത്രി തുടങ്ങിയ മുൻഗാമികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രോഹിത്തിന് എന്ത് ലോകോത്തര നിലവാരമാണുള്ളത്? അദ്ദേഹം ഒരു ശരാശരി ക്യാപ്റ്റനാണ്. ഇന്ത്യയുടെ ക്യാപ്റ്റനാകാൻ ഭാഗ്യം ലഭിച്ച ഒരു ശരാശരി കളിക്കാരൻ മാത്രമാണ് രോഹിത് എന്നും ഷമ കുറ്റപ്പെടുത്തിയിരുന്നു. രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയിൽ മികച്ച പോരാട്ടം നടത്തുമ്പോഴാണ് ഷമ മുഹമ്മദിൻ്റെ ഈ പരിഹാസം. ഷമയുടെ പരാമർശത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. ഷമയ്ക്ക് ക്രിക്കറ്റിനെ കുറിച്ച് എന്തറിയാം? വിമർശനം ബോഡി ഷെയ്മിങ്ങിലൂടെയല്ല നടത്തേണ്ടത്. ഇതാണോ കോൺഗ്രസ് സംസ്കാരം? തുടങ്ങിയ ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കഴിഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് കീഴിൽ 90 തെരഞ്ഞെടുപ്പുകളിൽ തോറ്റ കോൺഗ്രസ് ആണ് രോഹിത്തിനെ മോശം ക്യാപ്റ്റൻ എന്ന് വിമർശിക്കുന്നതെന്ന് BJP പ്രതികരിച്ചു. കോൺഗ്രസ് ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റന്റെ പിറകെയാണ്. നാണക്കേട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പരാജയപ്പെട്ട രാഹുൽ ഗാന്ധി ഇനി ക്രിക്കറ്റ് കളിക്കുമെന്നാണോ പ്രതീക്ഷിക്കുന്നതെന്ന് ഷമയുടെ പോസ്റ്റിനു മറുപടിയായി BJP വക്താവ് പ്രദീപ് ഭണ്ഡാരി പ്രതികരിച്ചു. ഷമയുടെ പരാമർശത്തിനെതിരെ ശക്തമായ മറുപടിയുമായി മുൻ ക്രിക്കറ്റ് താരങ്ങളും രംഗത്തെത്തി. നിങ്ങൾക്ക് തടിയില്ലാത്ത ക്രിക്കറ്റ് താരങ്ങളെയാണ് വേണ്ടതെങ്കിൽ മോഡലിംഗ് ചെയ്യുന്നവരെ എടുത്താൽ മതിയെന്ന് സുനിൽ ഗവാസ്കർ പരിഹസിച്ചു. ഷമയുടെ പരാമർശങ്ങൾ ദേശീയ തലത്തിലും വലിയ ചർച്ചയും വിമർശനത്തിനും കാരണമായതോടെ നേതാവിന് താക്കീത് നൽകി കോൺഗ്രസ് തടിയൂരുകയായിരുന്നു. ഷമയുടേത് പാർട്ടി നിലപാടല്ലെന്നായിരുന്നു വിശദീകരണം. പാർട്ടി കൂടി ഒറ്റപ്പെടുത്തിയതോടെ ഷമയ്ക്ക് പോസ്റ്റ് പിൻവലിക്കാതെ തരമില്ലെന്നായി. എക്സിൽ നിന്ന് പോസ്റ്റ് മുക്കിയ ഷമ തൻ്റെ പോസ്റ്റ് ബോഡി ഷെയ്മിംഗ് ലക്ഷ്യമിട്ടായിരുന്നില്ലെന്നും കളിക്കാരുടെ ഫിറ്റ്നസിനെ പറ്റിയാണ് താൻ പറഞ്ഞതെന്നും ന്യായീകരണം നൽകി. ഒരു കായിക താരം എപ്പോഴും ഫിറ്റായിരിക്കണം. രോഹിത് ശർമ്മയ്ക്ക് അല്പം തടി കൂടുതലാണെന്ന് എനിക്ക് തോന്നി. അതിനെക്കുറിച്ച് ഞാൻ ട്വീറ്റ് ചെയ്തു. ഒരു കാരണവുമില്ലാതെ ഞാൻ ആക്രമിക്കപ്പെട്ടു. മുൻ ക്യാപ്റ്റന്മാരുമായി ഞാൻ അദ്ദേഹത്തെ താരതമ്യം ചെയ്തപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. അത് പറയാൻ എനിക്ക് അവകാശമുണ്ട്. അതിലെന്താണ് തെറ്റെന്നും ജനാധിപത്യത്തിൽ സംസാരിക്കാൻ അവകാശമില്ലേ എന്നുമായിരുന്നു ഷമയുടെ ചോദ്യം. എന്തായാലും ഷമയുടെ പോസ്റ്റ് മുക്കലിനും പിന്നീട് വന്ന ന്യായീകരണ പോസ്റ്റിനും ആരാധകരുടെ കലിപ്പടക്കാനുള്ള ശക്തിയില്ലെന്നാണ് നിരീക്ഷണം. പറഞ്ഞത് തെറ്റായി പോയെന്ന് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് മാപ്പ് പറയുന്നതാണ് ഷമയുടെ രാഷ്ട്രീയ ഭാവിക്ക് നല്ലതെന്ന ഉപദേശവും ഉയരുന്നുണ്ട്.